ഇപ്പോൾ മന്ത്രി സജി ചെറിയാന്റെ ചെങ്ങന്നൂരിലെ ഓഫീസിലേക്ക് ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വർഗീയ പരാമർശവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം. നേരത്തെ ആ പരാമർശം തിരുത്തി ഖേദപ്രകടനം മന്ത്രി നടത്തിയിരുന്നു. പക്ഷേ പ്രതിഷേധക്കാർ ഇപ്പോൾ പോലീസുമായി ഉന്തും തള്ളും നടത്തുകയാണ്. ബാരിക്കേഡ് വച്ചിട്ടുണ്ട്. ബാരിക്കേഡിന് മുകളിലേക്ക് പോലീസ് കയറുന്നുണ്ട്. മാപ്പ് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, രാജിവെച്ച് പുറത്തു പോകണം എന്നുള്ളതാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷിജോ കുര്യൻ വിശദാംശങ്ങളുമായി. ഷിജോ, മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധമാണോ? സജി ചെറിയാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ചെങ്ങന്നൂരിലെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഇപ്പോൾ ഉന്തും തള്ളും ഉണ്ടായിട്ടുണ്ട്. സജി ചെറിയാന്റെ ഓഫീസിന് സമീപത്ത് പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡ് കെട്ടി തടഞ്ഞിരുന്നു. ബാരിക്കേഡിന് മുകളിൽ കയറി മറുവശത്തേക്ക് ബാരിക്കേഡിന് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയുള്ള ശ്രമമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ നടത്തുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ്, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് ദിനേശ് തുള്ളിൽ അടക്കമുള്ള സംസ്ഥാന നേതാക്കളടക്കം വന്നിട്ടുണ്ട്. വനിതാ പ്രവർത്തകരടക്കമുള്ളവരുണ്ട്. ഇപ്പോൾ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുകൊണ്ട് സജി ചെറിയാന്റെ ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയുള്ള ശ്രമമാണ്. വനിതാ പ്രവർത്തകരടക്കം ഇപ്പോൾ ബാരിക്കേഡിന് മുകളിലേക്ക് വലിഞ്ഞു കയറുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ പോലീസുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നേരിയ ഒരു ഉന്തും തള്ളും ഉണ്ടാകുന്നു. പ്രവർത്തകരെ നീക്കാനുള്ള ശ്രമം പോലീസ് നടത്തുന്നുണ്ടെങ്കിലും അതിന് കഴിയാത്ത ഒരു സാഹചര്യം പ്രവർത്തകർ ഇവിടുന്ന് നിലവിൽ പിന്തിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിട്ടില്ല. മന്ത്രി സജി ചെറിയാൻ നടത്തിയ വർഗീയ പരാമർശം നാടിനെ വർഗീയമായിട്ട് ധ്രുവീകരിക്കുന്നതാണ്. മന്ത്രി സജി ചെറിയാൻ മാപ്പ് പറഞ്ഞാൽ മാത്രം പോരാ, രാജിവെച്ച് പുറത്തു പോകണം. ഇപ്പോൾ മന്ത്രി സജി ചെറിയാന്റെ ചെങ്ങന്നൂരിലെ ഓഫീസിലേക്ക് ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വർഗീയ പരാമർശവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം. നേരത്തെ ആ പരാമർശം തിരുത്തി ഖേദപ്രകടനം മന്ത്രി നടത്തിയിരുന്നു. പക്ഷേ പ്രതിഷേധക്കാർ ഇപ്പോൾ പോലീസുമായി ഉന്തും തള്ളും നടത്തുകയാണ്.